പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാ ആളുകളും ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും കടന്നിരിക്കാൻ പറഞ്ഞു. മണി 4:45. കടന്നിരിക്കാൻ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞില്ല. ഞാൻ ക്ഷണിക്കാം. പ്രിയമുള്ളവരെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി ഡോക്ടർ MK മുനീർ സാഹിബിന് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടപടികൾ ആരംഭിക്കുകയായി. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം UDF-ന്റെ കൺവീനർ TK മുഹമ്മദ് മാസ്റ്റർ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരു ചടങ്ങുണ്ടോ അല്ല, ഇവിടെ ഇരിക്കുന്ന വേറെയും ചെക്കന്മാരില്ലേ? നാടൊന്ന് കുത്തിരിപ്പിക്കുക. തലല്ലാണ്ട് ഇങ്ങോട്ട് കയറുകയാണ്. ബഹുമാന്യരായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഡോക്ടർ MK മുനീർ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളുടെ MP ശ്രീ MK രാഘവൻ, ശ്രീ KC അബു, MA റസാഖ് മാസ്റ്റർ, ഉമർ വണ്ടികശാല, NC അബൂബക്കർ തുടങ്ങിയ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അടുത്ത മാസം 6-ാം തീയതി കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ MK മുനീർ സാഹിബ് അവർകളാണ്. ഈ അവസരത്തിൽ പറയാനുള്ളത്, MK മുനീർ സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചരിത്രം പറയാതെ കൊടുവള്ളിക്കാർക്ക് അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിയുകയില്ല. നവോത്ഥാന നായകനും മുൻ മുഖ്യമന്ത്രിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശില്പിയുമായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹവും കൊടുവള്ളിയുമായിട്ടുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങളൊക്കെ വളരെ ചെറിയതായ കാലത്ത് ഇവിടെ വന്ന് പ്രസംഗിച്ച് പാർട്ടി ഉണ്ടാക്കുന്ന കാലഘട്ടം, പുതിയ തലമുറക്ക് അദ്ദേഹത്തെ പറ്റി അറിയില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം. കുട്ടികളായ കാലത്ത് 1956, 57, 58 കാലത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഇപ്പോഴും ഞങ്ങളെ മനസ്സിലുണ്ട്. അങ്ങനെ പ്രസംഗിച്ച് ഈ സമുദായത്തിന് അന്തസ്സും അഭിമാനവും വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിയത് മർഹൂം CH മുഹമ്മദ് കോയയാണ്. 1967 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം സ്കൂളുകൾ വന്നത്. സ്കോളർഷിപ്പ് മുസ്ലിം സ്ത്രീകൾക്ക് കൊടുത്തത്, മുസ്ലിം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തത് കൊണ്ടാണ് അവർ സ്കൂളിൽ പോയത്. പഠിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള നവോത്ഥാനം ഈ സമുദായത്തിനും ഈ സംഘടനക്കും നമ്മുടെ നാടിനും കേരളത്തിനും എല്ലാം ഉണ്ടാക്കിയ നേതാവ് മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ
പുത്രനാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി ലഭിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ധാരാളം പറയാനുണ്ട്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു കഴിഞ്ഞ 2 മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളി മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇടക്കാലത്ത് 2 തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മുസ്തഫ തങ്ങൾ കുന്നമംഗലം നിയോജക മണ്ഡലം കൊടുവള്ളി ഉൾപ്പെട്ട കാലഘട്ടത്തിൽ മത്സരിച്ചത് മുതൽ 2 തവണ നമുക്ക് മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കെ മുരളീധരൻ ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത്, ഒന്ന് കഴിഞ്ഞ തവണയും. ഇതൊഴിച്ചാൽ ഈ കാലഘട്ട സമയത്തൊക്കെ തന്നെ എല്ലാ പഞ്ചായത്തിലും എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം ഉണ്ടാകാറുണ്ട്. ഈ തവണ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും UDF ആണ് ഭരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നേരത്തെ 5 പഞ്ചായത്ത് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും ശക്തമാണ് UDF ഈ മണ്ഡലം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും തൽക്കാലം കൂറുമാറി നിന്നാൽ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം UDFകാര് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ബഹുമാന്യനായ മുനീർ സാഹിബിനെ ഇന്നലെ വൈകുന്നേരം ഈ മണ്ഡലത്തിലേക്ക് ആനയിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടി നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷനാണത്. ഇവിടെ നമുക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ പ്രവർത്തനം നാളെ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. ഇപ്പോൾ അത് നടത്തുന്നത് കൊടുവള്ളി നിയോജക മണ്ഡലം UDF കമ്മിറ്റിയാണ് ഈ യോഗം സംഘടിപ്പിച്ചത്, വിളിച്ചതും. ഇത് കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്ന് 6 മണിക്ക് നമുക്ക് പരിപാടി അവസാനിപ്പിച്ച് മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുന്നേ ആയിട്ട് 1/2 മണിക്കൂർ മതി. കൊടുവള്ളിയിൽ നല്ലൊരു പ്രകടനം നമുക്ക് കാഴ്ചവെക്കണം. അത് കഴിയാതെ പോകരുതെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഈ യോഗത്തില് നമ്മുടെ മുഖ്യാതിഥിയായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MP ശ്രീ MK രാഘവൻ അവർകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉമ്മർ പണ്ടികശിലയാണ്. ഇവിടെ ആശംസ പ്രസംഗം നടത്തി സംസാരിക്കുന്നത് KC അബു, MA റസാഖ് മാസ്റ്റർ, VM ഉമ്മർ മാസ്റ്റർ, NC അബൂബക്കർ, PKV യൂസുഫ്, ചോലക്കര മുഹമ്മദ് മാസ്റ്റർ, ദേവദാസൻ കുട്ടമ്പൂര് തുടങ്ങിയ എല്ലാ നേതാക്കന്മാരെയും കൊടുവള്ളി നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കൊടുവള്ളി നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ A അരവിന്ദൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കോഴിക്കോടിന്റെ പ്രിയങ്കരനായ MP ശ്രീ MK രാഘവൻ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ സംഘടനയുടെ നിയമസഭ, നമ്മുടെ പ്രിയപ്പെട്ട ജനാധിപത്യ കേരളത്തിന്റെ MK മുനീർ അവറുകൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവ് കൂടിയായ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ ശ്രീ KC അബു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഉമ്മർ പാണ്ടികശാല, ജനറൽ സെക്രട്ടറി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ കൂടിയായ ശ്രീ MA റസാഖ് മാസ്റ്റർ, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും മുൻ MLAയുമായ ശ്രീ VM ഉമ്മർ മാസ്റ്റർ, ശ്രീ ചോലക്കര മുഹമ്മദ് മാസ്റ്റർ, ശ്രീ ദേവദാസ് കുട്ടമ്പൂർ, വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്റെ വിനീതമായ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് ഞാൻ പറയുന്നില്ല,
ഒട്ടുമുക്കാൽ സ്ഥാനാർത്ഥികൾ 95% സ്ഥാനാർത്ഥികളെ ഇന്നലെയും ഇന്നുമായി പ്രഖ്യാപിച്ചിരിക്കുക. നമ്മുടെ കൈകളിലേക്ക് കൊടുവള്ളിയുടെ മണ്ണിലേക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സംഭാവന ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടക്കാവ് പള്ളിയങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ജനാധിപത്യ കേരളത്തിന്റെ ജനാധിപത്യ തേരാളിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മലപ്പുറം ജില്ലയിൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ കോഴിക്കോടിന്റെ തന്റെ നന്മനാടിനെ തന്റെ ജില്ലയെ മറക്കാൻ കഴിയാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന നാമധേയം നൽകിക്കൊണ്ട് നമുക്ക് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ജനാധിപത്യ കേരളത്തിന്റെ മതേതര തേരാളി മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രിയപ്പെട്ട പുത്രൻ കേരളത്തിലെ നിയമസഭയിൽ എന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോഴും ആരുടെ മുഖത്തു നോക്കി ചങ്കൂറ്റത്തോടുകൂടി നർമ്മരസം കലർന്നുകൊണ്ട് CHന്റെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേരള നിയമസഭയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിലെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും കുംഭകോണത്തിന്റെ കഥകൾ പറയാനുണ്ടെങ്കിൽ തന്റെ കൈകൾ ശുദ്ധമാക്കി തന്റെ പിതാവിന്റെ പാത തുടരുന്ന ഡോക്ടർ MK മുനീറിനെയാണ് പാണക്കാട് ഹൈദരി തങ്ങൾ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം തെറ്റിയ തെറ്റുകൾ തിരുത്താൻ നമുക്ക് സമയമായിരിക്കുന്നു. മാർച്ച് 6 എന്ന് പറയുന്ന തീയതി, ആ തീയതിയിൽ നമുക്ക് നമ്മുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ ഇവിടെ രാഘവൻ എന്നോട് സൂചിപ്പിച്ചു, നമുക്ക് പലപ്പോഴും ഞാനൊരു കാലത്ത് ഒരു മന്ത്രിയുടെ സുഖം അനുഭവിച്ചവനാണ് തിരുവമ്പാടിയിൽ ജോണിന്റെ. അതിനുശേഷം നമുക്കൊരു മന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടില്ല. കൊടുവള്ളിയിൽ നയിച്ച മഹാരഥന്മാരുണ്ട്, മോയിൻകുട്ടി സാഹിബുണ്ട്, വി അഹമ്മദ് സാഹിബുണ്ട്, അതുപോലെ തന്നെ PM അബൂബക്കർ സാഹിബുണ്ട്, PV മുഹമ്മദ് സാഹിബുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത സൗകര്യം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ വരുമ്പോൾ അതിൽ കരുത്തു പകരാൻ, നേതൃത്വം നൽകാൻ പ്രിയപ്പെട്ടവരെ MK മുനീർ സാഹിബിനെ നമുക്ക് വിജയിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോടിന്റെ വികസന നായകൻ എന്നും നമ്മോടൊപ്പമുണ്ടായ കോഴിക്കോടിനെ എന്നും കരുത്തം തിരുത്തിയിട്ടുള്ള MP ശ്രീ MK രാഘവൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അരവിന്ദൻ, കൊടുവള്ളി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന് ജീവിതത്തിൽ കടപ്പാട് മാത്രമുള്ള മഹാനായ CHന്റെ പ്രിയപ്പെട്ട പുത്രൻ ഡോക്ടർ മുനീർ സാഹിബ് അവർകൾ, ഈ വേദിയിലുള്ള ബഹുമാന്യരായ UDF നേതാക്കൾ, മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ ഉമ്മർ പാണ്ഡികശാല, ശ്രീ KC അബൂ സാഹിബ്, ശ്രീ MA റസാഖ് മാഷ്, മുൻ MLA ശ്രീ VM ഉമ്മർ മാഷ്, ശ്രീ NC, ശ്രീ PKV യൂസഫ്, ചോലക്കര മുഹമ്മദ് മാഷ്, ദേവദാസ് കുത്തമ്പൂർ, TK മുഹമ്മദ് മാഷ്, വേദിയിലുള്ള മറ്റ് UDFന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിന് പ്രായശ്ചിത്തമായി ഈ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇതിന് നൽകണമെന്ന വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം. ആ ഒരു അബദ്ധം ഒരു ആചാരമാക്കാൻ ആരെയും അനുവദിക്കരുതെന്നുകൂടി സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുന്നു.
പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ച് അധികാരത്തിൽ വരണം. കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അവസാനത്തെ CPM ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്റേത് മാത്രമായിരിക്കണമെന്ന് സഖാവ് പിണറായിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് CPM-ന്റെ LDF-ന്റെ ഈ ഗവൺമെന്റ് അവസാനത്തെ ഗവൺമെന്റായി മാറുകയാണ്. ഏപ്രിൽ 6-ന്റെ പോളിംഗ് കഴിഞ്ഞാൽ മെയ് 2-ന് കൗണ്ടിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യമുള്ളവരായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ വരുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായി വരാൻ വേണ്ടി പോകുന്നത് മഹാനായ CH-ന്റെ പ്രിയപ്പെട്ട പുത്രൻ ഡോക്ടർ MK മുനീർ സാഹിബായിരിക്കും പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ, പ്രത്യേകിച്ച് മന്ത്രിമാർക്കെതിരെ ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങളും ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഓരോ ഘട്ടത്തിലും കൊണ്ടുവന്ന ഓരോ വിഷയങ്ങൾ, ആരോപണങ്ങൾ രേഖകൾ സഹിതം തെളിയിക്കപ്പെട്ടതോടുകൂടി ഓരോ ആരോപണത്തിൽ നിന്നും ഗവൺമെന്റ് തടിയൂരി രക്ഷപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ നിങ്ങൾ വായിച്ചിരിക്കും EMCC എന്ന് പറയുന്ന കരാർ അറബിക്കടൽ പോലും വിൽക്കാൻ ശ്രമിച്ചൊരു ഗവൺമെന്റ് 10 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗമായ കടൽ അതും 5000 കോടിക്ക് വിൽക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റ് ഒടുവിൽ ആ കരാറിൽ നിന്നും പിറകോട്ട് പോയി എന്നുള്ളതാണ് സത്യം. ഈ ഗവൺമെന്റ് 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു വികസന പദ്ധതിയും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കൊടുവള്ളിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി കാണിക്കാൻ സാധിക്കും? ഈ ഇരിക്കുന്ന ഉമ്മർ മാഷ് ഇരിക്കുന്ന കാലഘട്ടത്താണ് ഇവിടെ കൊടുവള്ളിൽ ആദ്യമായി ഒരു കോളേജ് വന്നു. നിങ്ങൾ ആലോചിക്കണം, ഉമ്മർ മാഷ് എന്തെല്ലാം കാലഘട്ടത്തിലാണ് നമുക്കൊരു താലൂക്കിട്ട് നിങ്ങൾ ആലോചിക്കണം. ഉമ്മർ മാഷ് എന്തെല്ലാം കാലഘട്ടത്തിലാണ് ഈ കൊടുവള്ളി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയി നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറയുന്നത് UDF-ന്റെ കാലഘട്ടത്തിൽ മാത്രമേ കൊടുവള്ളിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. LDF ഭരിക്കുമ്പോൾ ഒരു നേട്ടവും കൈവരിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമായി കൊടുവള്ളി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രതികാരമാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിച്ചത്. 6-ൽ 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ UDF പിടിച്ചെടുത്തുവെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ മുനീർ സാഹിബിന് 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നിങ്ങൾക്ക് നൽകാൻ കഴിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു തുലാസിൽ 2 സ്ഥാനാർത്ഥികളും തൂക്കി നോക്കിയാൽ ഇത് സ്വർണമാണ്, തങ്കക്കട്ടിയാണ്, മറ്റേതെന്താണ് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയാവുന്നിരിക്കുന്നത് ആലോചിക്കണം. മുനീർ സാഹിബ് 2 തവണ മന്ത്രിയായിട്ടുണ്ട്. 2 തവണ മന്ത്രിയായ സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരുപാട് പദ്ധതികൾക്ക് രൂപം നൽകിയ വകുപ്പുകൾ ആലോചിക്കണം. PW മിനിസ്റ്ററായി നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ മനോഹരമായ ഈ മുഖം പോലെയായിരുന്നു കേരളത്തിലെ റോഡുകൾ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്നത്തെ റോഡുകൾ കണ്ടാൽ കൃത്യമായി സുധാകരന്റെ മുഖം നോക്കിയാൽ സുധാകരന്റെ മുഖവും ഈ കാലഘട്ടത്തിലെ റോഡും വലിയ വ്യത്യാസമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഏറ്റെടുത്ത ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു നായകനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി.
എന്തുകൊണ്ടും നിങ്ങൾക്ക് തല താഴ്ത്തേണ്ടി വരില്ല. പ്രത്യേകിച്ച് മഹാനായ CH-ന്റെ മകൻ എല്ലാ അർത്ഥത്തിലും അന്തസ്സും ആഭിജാത്യവും അഭിമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഡോക്ടർ മുനീർ. നിങ്ങൾ അറിയിക്കണം, നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഇതാണ് മുനീർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഇതാണോ എന്നൊരാളും ചോദിക്കില്ല. പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ജനതയായി കൊടുവള്ളിയിലെ ജനത മാറും എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമായി നിങ്ങൾ കാണണം. ഞാൻ കാണണമെന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ ഭൂരിപക്ഷം കൂട്ടണം. ചെറിയ ഭൂരിപക്ഷം പോരാ. 2016 പറ്റ കയ്യബദ്ധം 2021 50,000-ആയി ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. അതുകൊണ്ട് ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ എത്തിക്കാൻ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൊടുവള്ളിയിൽ ഇവിടെ കൂടിയ നിങ്ങളും എനിക്ക് കൂടാനുള്ളവരും ഇന്ന് മുതൽ കർമ്മ മണ്ഡലത്തിൽ ഇറങ്ങണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അപേക്ഷിക്കാറുള്ളത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോ നമുക്കുള്ളത് 2 MLA-മാരാണ്. ഒന്ന് മുനീർ സാഹിബും മറ്റൊന്ന് പാറക്കലുമാണ്. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 13 അസംബ്ലി മണ്ഡലം കോഴിക്കോടുണ്ട്. ഇത്തവണ ചുരുങ്ങിയത് 8 MLA-മാർ UDF ഉണ്ടാകും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ ഗവൺമെന്റ് രൂപീകരിക്കാൻ എല്ലാ ജില്ലകളെക്കാളും വരെ ഏറ്റവും കൂടുതൽ കൈപൊന്തിക്കുന്ന MLA-മാരുള്ള ജില്ല കോഴിക്കോട് ജില്ലയായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങണം. ജീവൻ വന്ന പോരാട്ടമാണ്. CPM-ന്റെ എല്ലാ കുതന്ത്രവും നിങ്ങൾക്കറിയാം. അത് ബഹുമാനായ KC അബൂൽ സാഹിബ് വളരെ മനോഹരമായി ഇവിടെ പറയുന്നത് കൊണ്ട് എന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ ഭാഷയും വളരെ വ്യത്യാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കിന് കിട്ടിയ ഒരു സൗഭാഗ്യമുണ്ട്. മൂകാംബിക അമ്മ ആ നാക്കിന് കൊടുത്ത ഒരു വരമുണ്ട്. അതിമനോഹരമായ അദ്ദേഹം ആ കാര്യം പറയും. ഞാൻ ഒരു കാര്യം കൂടുതൽ പറയാം. ജീവിതത്തിൽ പോളിംഗിന്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ അന്ന് ഒന്നും കഴിച്ചില്ലെങ്കിലും രാത്രി കാലങ്ങളിൽ പകൽ സമയങ്ങളിൽ നിങ്ങൾ CPM-നെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. 2016 എനിക്ക് അനുഭവമുണ്ട്. ഹിന്ദുക്കളുടെ വീടുകളിൽ പോയി BJP-യും CPM ഒരേ ഭാഷ ഉപയോഗിക്കുന്നു. എന്താ ഭാഷ? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ പോയി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചാൽ മതിയോ ഈ ഇലക്ഷനിൽ? നിങ്ങൾക്ക് സൂക്കേട് മനസ്സിലായല്ലോ. മുസ്ലിം വീടുകളിൽ പോയി പറയുന്നത് എന്താ? UDF തീർന്നിരിക്കുന്നു, കോൺഗ്രസ് തീർന്നിരിക്കുന്നു, ലീഗ് തീർന്നിരിക്കുന്നു, അവരെ BJP സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ 2 സ്ഥലങ്ങളിലും വർഗീയ പ്രചരണം അഴിച്ചുവിട്ട് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത ഹീനമായ മാർഗമാണ് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. ഇത്തവണ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി പല സ്ഥലത്തും സഖ്യമുണ്ടാക്കിയില്ലേ സ്വകാര്യമായി? കോഴിക്കോട് കോർപ്പറേഷൻ, കക്കോടി പഞ്ചായത്ത്, നന്മണ്ട പഞ്ചായത്ത്, ബാലുശ്ശേരി പഞ്ചായത്ത്, എടുത്തു പറയാൻ സാധിക്കാവുന്ന പ്രദേശങ്ങളിൽ BJP-യുമായി അവസാനം സഖ്യമുണ്ടാക്കി. പിന്നെ ഇങ്ങനെ BJP ജയിക്കുക എന്നായിരിക്കണം. പരസ്പരം സഹായിച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോളിംഗ് തലേ ദിവസം മുതൽ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒളിച്ചു നിൽക്കണം. ഇവൻ വീടുകളിൽ കയറിയാൽ പിറകെ നിങ്ങളും വീടുകളിൽ കയറണം. അതുകൊണ്ട് വളരെ ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വോട്ടർമാരുടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമായി കാണാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മുനീർ സാഹിബിനെ എത്രമാത്രം നിങ്ങൾക്ക് ഭൂരിപക്ഷം നൽകാൻ സാധിക്കും? അതുമാത്രമാണ് ചോദ്യം. കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. നേരത്തെ മുഹമ്മദ് മാഷോട് സൂചിപ്പിച്ചു.
കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, മുസ്ലിം ജനസാമാന്യത്തെ കൈപിടിച്ചുയർത്തിയ, സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യനുണ്ടായിട്ടുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശില്പങ്ങളിൽ ഒരാളായിട്ടുള്ള മഹാനായ CH മകനായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ആരുടെ മുമ്പിലും മുനീർ സാഹിബ് ജയിപ്പിച്ചാൽ തല താഴ്ത്തേണ്ടി വരില്ല, തല ഉയർത്തി നടക്കാൻ അത് അവസരമുണ്ടാക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമായി കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മെയ് 2-ാം തീയതി കൗണ്ടിംഗ് കഴിഞ്ഞാൽ അന്നത്തെ മുനീർ സാഹിബ് നൽകുന്ന സ്വീകരണത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ ഉമർ പണീർശാല ഇവിടെ എത്തി. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ പ്രിയപ്പെട്ട അരവിന്ദൻ, ബഹുമാന്യനായ പ്രിയങ്കരനായ മുനീർ സാഹിബ്, പ്രിയപ്പെട്ട മാസ്റ്റർ, പ്രിയപ്പെട്ട ഉമർ മാസ്റ്റർ, പ്രിയപ്പെട്ട വേദിയിലെ മറ്റു നേതാക്കൾ, പ്രിയ സഹോദരി സഹോദരൻ, ഞങ്ങളുടെ വളരെ ചെറുപ്പത്തിൽ ജനകാലത്ത് ചെറിയ ചെറിയ യാഥാർത്ഥ്യമോ ഇത് 33 പ്രാവശ്യം നിങ്ങളെല്ലാം എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്ന് ഞാൻ ആത്മീയമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ എത്തുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കണമെന്ന നിരന്തരവും ദുരന്തവും ഒരുപാടായിട്ടുണ്ടെന്ന് ഒരുപാട് ആലോചിക്കാതെ തന്നെ നമ്മുടെ മനസ്സ് പറയുകയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ കോൺഗ്രസ് ആയാലും ലീഗായാലും ആരായാലും യൂണിയൻ വിജയിക്കുക എന്നതാണ് നമ്മുടെ പരമാവധി. കൊടുവള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിച്ച വലിയ എളുപ്പമായി ഞാൻ കാണുകയും ഈ അംഗങ്ങൾ ഇറങ്ങിക്കുമ്പോൾ അത് അതിന്റെ ശരീരത്തിൽ കാണാതെ പോയാൽ ദൈവം തമ്പുരാനിൽ നിന്ന് വരുന്ന ശിക്ഷ വളരെ വലുതായി. ഇവിടെ മുന്നേറിയതിന്റെ ഭൂരിപക്ഷം നിങ്ങൾ എത്രയോ വർദ്ധിപ്പിക്കുന്നു, അതനുസരിച്ചായിരിക്കും കൊടുവള്ളിയിൽ ദൈവം തമ്പുരാന്റെ അനുഗ്രഹം നിറകളായിരിക്കും ഈ സന്ദർഭങ്ങളോട്. ഈ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ എന്തുകൊണ്ട് ജയിക്കണം എന്നാണ് പറയുന്നത്. കേരളം
രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായകമാണ്. അതുവഴി വൈകാതെ തന്നെ കേരളത്തിൽ നമുക്ക് ഭരണമുണ്ടാക്കാൻ കഴിയും. ഈ രണ്ട് സർക്കാരുകൾക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തം നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഏത് രൂപത്തിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഏതുമാത്രം ദുരിതപൂർണമായിരിക്കും. കേരള സർക്കാരും അതുകൊണ്ട് തന്നെ ഈ രണ്ട് സർക്കാരുകളും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഒരേ വഴി ചിന്തിക്കുന്ന സമാന ചിന്താഗതിയുള്ള സർക്കാരുകളായി മാറുകയാണ്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല, വികസനശേഷിയെക്കുറിച്ച് പറയാനല്ല, അത് നടക്കലല്ല, തെരഞ്ഞെടുപ്പ് ചെയ്യാനുള്ള മാർഗമെന്ന് മോഡി കാണിച്ചു. അത് നമ്മുടെ ഏറ്റെടുത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ ശ്രമമാണ്. അതിന്റെ ഭാഗമായായ ജനങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കാൻ കഴിയുന്നതിൽ, വിശ്വാസികളുടെ സ്പർദ്ധയുണ്ടാക്കാൻ കഴിയുന്നതിൽ, ജനങ്ങൾ പരസ്പരം തമ്മിലടിച്ച് അതിൽ നിന്ന് ആ ശിക്ഷീകരണത്തിൽ നിന്ന് വോട്ട് വാങ്ങി അധികാരത്തിൽ തിരിച്ചുവരാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിമാരാകാൻ. പക്ഷേ മുഖ്യമന്ത്രി അറിയില്ല, കേവലം പ്രമുഖമാണ്. നല്ല ബോധ്യവും രാഷ്ട്രീയ വിവേകമുള്ള ഒരു സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കാൻ ഉൾക്കൊള്ളാനും ഈ സംസ്ഥാനത്ത് സന്നദ്ധമായ കാര്യത്തിൽ ദീർഘമായി സംസാരിക്കാൻ വിശ്വസിക്കുന്നു. വളരെ അനുകൂലമായ അതോടൊപ്പം തന്നെ സങ്കീർണമായ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട് മാത്രമേ സമാധാനപരമായി ജീവിക്കാൻ ഉണ്ടാക്കാൻ കഴിയും. ജനകീയ വിഷയങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരെ അധികാരത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ യാതൊരു സംശയമില്ല, 19 വർഷങ്ങൾ ഭരിച്ചു പോയപ്പോ അമേരിക്കൻ ഭരണത്തിന്റെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി സംസ്ഥാനങ്ങളിലെ ഇന്നും കുന്തോടുകൾ ഭരിച്ചു പോകുന്ന ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേൾക്കുന്ന ആളുകൾ, താമസിക്കാൻ ഗതിയില്ലാതെ ശീലങ്ങൾക്ക് ചുറ്റിക്കഴിഞ്ഞ ഊരുകളിൽ താമസിച്ചു കഴിയുന്ന ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ നേതൃത്വങ്ങളാകട്ടെ അതിനെ ആവർത്തിക്കും. അതിനവസരം നൽകാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങൾ 5 വർഷം ചുമതലപ്പെടുന്ന സർക്കാരുകൾ മാറ്റിക്കൊണ്ടുവന്നവരാണ് നാം ഈ യുവത്തിൽ എന്ന് നിഷ്പക്ഷമായി അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഈ അഭ്യർത്ഥിക്കാനുള്ളത് കോഴിക്കോട് ജില്ലയിലല്ല, കേരളത്തിലെ നിയമസഭാ മണ്ഡലമായി മാത്രമേ നിങ്ങളുടെ മനസ്സിന്റെ ഏതെങ്കിലും വേദനയോ തെറ്റിന്റെയോ എന്തെങ്കിലും ചെറിയ നിങ്ങളുടെ മനസ്സിന്റെ ഏതെങ്കിലും
അതുകൊണ്ട് ഞാൻ ആദ്യം ഭൂരിപക്ഷം നൽകാതെ കഴിയണം. അതുവഴിയായി സർക്കാർ വിജയിക്കണം. മഹാഭൂരിപക്ഷം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിർത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ സൂക്ഷ്മക്ക് വേണ്ടി ചില കാര്യങ്ങൾ മാത്രം ക്ഷമിക്കുക. പ്രയോഗം മാത്രമാണ് മനസ്സിലാക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുനീർ സാഹിബ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ വക്കീൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ചെയർമാൻ ശ്രീ VK അബ്ദു ഹാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ മെമ്പർഷിപ്പ് നൽകുന്നതിന് വേണ്ടി മെമ്പർഷിപ്പ് നൽകുന്നത് MK മുനീർ സാഹിബാണ്. മെമ്പർഷിപ്പ് തരി. മജീദ് മാഷ് ആരാർപ്പണം നടത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ INL എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നില്ല, വളവില പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ഫൈസീർ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ MA റസാഖ് മാഷ് മെമ്പർഷിപ്പ് കൊടുക്കും. ആരാർപ്പണം അടുത്തതായി INL തന്നെ രാജിവെച്ച് കടന്നു വന്നിരിക്കുന്ന ശ്രീ അബ്ദുൽ മജീദിനെ അറിയിച്ചില്ല. ശ്രീ VM ഉമ്മർ മാഷ് അദ്ദേഹത്തെ ആരാർപ്പണം നടത്തുന്നു. റസാഖ് മാഷ് ആരാർപ്പണം നടത്തുന്നു. ശ്രീ ഉമ്മർ നെരൂക്കിൽ TK മുഹമ്മദ് മാഷ് MA റസാഖ് മാഷ് ആരാർപ്പണം നടത്തുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവ് കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ ശ്രീ KC അബു സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരായ
കൂടിയായ ഉമ്മൻപാടി ശാല UDFിന്റെ ജില്ലാ കൺവീനർ ശ്രീ ഹസൻ മാസ്റ്റർ, കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളായ ഭരതൻ മാസ്റ്റർ, ശ്രീ തമ്പി, ശ്രീ വിജയകുമാർ, യൂസഫ് സാർ, മുൻ MLA പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നേതാവ് ശ്രീ ഉമർ മാസ്റ്റർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖരായ നേതാക്കന്മാരെ, ഒരു വിശേഷണത്തിന്റെയും ആവശ്യമില്ലാത്ത, ഒരാളുകത്തിന്റെ അവതരണത്തിന്റെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ദൈവം കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ തന്നിട്ടുള്ള ഒരു വരദാനിയായിട്ടുള്ള ശ്രീ സാഹിബ്, മറ്റു പ്രിയമുള്ള നേതാക്കളെ, UDFിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ മുനീർ സാഹിബ്. മുനീർ സാഹിബ് ഒരു ബഹുമുഖ വ്യക്തിത്വത്തിന്റെ പ്രവർത്തനം. എഴുത്തുകാരനാണ്, ചിത്രകാരനാണ്, പാട്ടുകാരനാണ്. ഇങ്ങനെ ഒട്ടേറെ കഴിവുകളുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പ്രവർത്തനം. ദുർഗസന്മാരോട് താങ്കളുടെ റോൾ മോഡലാണെന്ന് ഒരു ഇന്റർവ്യൂ നടന്ന സന്ദർഭത്തിൽ ചോദിച്ചപ്പോൾ ദുർഗസന്മാർ പറഞ്ഞു, എന്റെ റോൾ മോഡൽ എന്റെ വാപ്പി തന്നെയാണ്, മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ്. മുനീർ സാഹിബിനോട് അങ്ങ് മാതൃകയാക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചപ്പോൾ ജനാധിപത്യ കേരളം എന്നും നന്ദിയോടുകൂടി മാത്രം ഓർമ്മിക്കാറില്ല. ഉറങ്ങിക്കിടക്കുന്ന പെൺകുട്ടികളെ പോലും വിളിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള പ്രാസംഗികനായ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്റെ വാപ്പതന്നെയാണ് എന്റെ റോൾ മോഡൽ എന്ന് മുനീർ സാഹിബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ മാനന്തവാടിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകിയിരുന്നു. ആ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത അധികം ആളുകളൊന്നും തന്നെ ചിലപ്പോൾ വിടാറില്ല. 19 പേരെ കാണാൻ അന്ന് ആ സ്നേഹോഷ്മളമായ സ്വീകരണ രീതിയുമാണ്. ആ സ്വീകരണത്തിന് മറുപടിയായി CH മുഹമ്മദ് കോയ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആ സ്വീകരണ യോഗത്തിൽ വേദിയിലല്ല, സദസ്സിൽ ഒരു ശ്രോതാവായി അന്ന് ഞാൻ ഉണ്ടായി. മറുപടി പ്രസംഗത്തിൽ CH മുഹമ്മദ് കോയ പറഞ്ഞു, വിമത ദീപിക പറയുന്ന ഏത് ശരിയായ അത്തോളിയിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം ലീഗിന്റെ സമരകനായി വളർന്ന് ഇന്ന് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഈ കസേരയിലേക്ക് കയറി വന്ന കോഴി ഞാൻ ഒരിക്കലും മറന്നില്ലാതെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരുത്തുന്നു. മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി മുസ്ലിങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സമുദായങ്ങളോടും നീതി വെക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ ഞാൻ എഴുതി ചേർക്കും എന്ന് CH മുഹമ്മദ് കോയ സാഹിബ് പറയുകയാണ്.
ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറി കൂടി ഞാൻ ഒരിക്കലും മറന്നില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. വന്ന വഴി മറക്കാത്ത വലിയ മകനെയാണ് നാം ഇത്തവണ സ്ഥാനാർത്ഥിയായി വിളിച്ചത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ. 927 കൊടുവള്ളി നിയോജകമണ്ഡലമായ കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി ഈ അവസ്ഥയായി. അതിനു മുമ്പ് അദ്ദേഹം ഒരു ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാനായി. പിന്നീട് സ്ഥാനാർത്ഥിയായി. കൊടുവള്ളി നിയോജകമണ്ഡലക്കാരെ വലിയ ഭൂരിപക്ഷം ജയിപ്പിച്ചു. ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും കൊടുവള്ളി ഒരു മന്ത്രിയെ കിട്ടി. UDF പലതവണ കേരളത്തിൽ നിർമ്മിച്ചിട്ടും കൊടുവള്ളി നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധി ആ മന്ത്രിസഭയിൽ മന്ത്രിപദം അലങ്കരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ ഉറപ്പുവരുന്നു, ഇത്തവണ കേരളത്തിൽ UDF ഭരണം വരും. ഐക്യജനാധിപത്യ നേതാക്കളും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കേരളം ഭരിക്കുന്ന സമയത്ത് അവർക്കൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ഭരണകർത്താവായ മുനീർ സാഹിബ് ഉണ്ടാകും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കൊടുവള്ളി നിയോജകമണ്ഡലം നാളെ മുതൽ അറിയപ്പെടുന്നത് മുനീർ സാഹിബിന്റെ നിയോജകമണ്ഡലം എന്ന പേരിലായിരിക്കും എന്നത് നാം എല്ലാവരും തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഫുട്ബോൾ പ്രേമികളായ ആളുകൾ ഫുട്ബോളുള്ള കാലഘട്ടത്തോളം ഓർക്കുന്ന ഒരു പേരാണ് മാറഡോണയുടെ പേര്. ഫുട്ബോൾ മാന്ത്രികനായ മാറഡോണ അർജന്റീനയെ വേൾഡ് കപ്പ് ജേതാക്കളാക്കിയ ഇതിഹാസ താരമാണ് മാറഡോണ. പാതിമാനും പാതി ദൈവവുമാണ് മാറഡോണയെന്ന് പറയാൻ കഴിയും. പക്ഷെ അതേ വേൾഡ് കപ്പിൽ തന്നെ മറ്റൊരു ായ ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാകാൻ ആ കളിക്കാരന്റെ പേര് എസ്കോബാർ. സ്വന്തം പോസ്റ്റിലേക്കായി എതിർ പോസ്റ്റിലേക്കായി സ്വന്തം പോസ്റ്റിലേക്കായി സ്വന്തം പോസ്റ്റിലേക്ക് ഒരു വേൾഡ് കപ്പിൽ ഒരു മൈനസ് പാസ് ഗോളായി പോയതിന് എസ്കോബാറിന്റെ നാട്ടുകാർ എസ്കോബാറിനെ വെടിവെച്ച് ചുറ്റുകയാണ്. വളരെ സംഭവമായി കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് എസ്കോബാർ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ആരാണ് എസ്കോബാറിനെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറയാം. അത് LDFന്റെ കൺവീനറായിരുന്ന വിജയരാഘവനാണ്. വേൾഡ് കപ്പിലെ എസ്കോബാർ ഒരു തവണ മാത്രമേ സ്വന്തം ഗോളടിച്ചുള്ളൂ. എന്നാൽ കേരളത്തിലെ ഇടതു മുന്നണിയിലെ എസ്കോബാറായ വിജയരാഘവൻ തുടരെ സ്വന്തം പോസ്റ്റിലേക്ക് ഇങ്ങനെ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് സെൽഫ് ഗോൾ അടിച്ച് രമ്യ സമരത്തിൽ മത്സരിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട് അനുഗ്രഹമാക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് വിജയരാഘവൻ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട് അനുഗ്രഹമാക്കാൻ പോയ
സീറ്റ് നൽകിയ കോൺഗ്രസിനോടുള്ള കടപ്പാട് അവരുടെ ഭൂരിപക്ഷം സംബന്ധിച്ച വിജയരാജാവാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി സംസ്ഥാന അധ്യക്ഷനായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാൻ ആഗ്രഹിച്ചതും അതിനെക്കുറിച്ച് നമ്മുടെ വിവരമില്ലാത്ത രാജ്യം അതേക്കുറിച്ച് പ്രസ്താവനയും മുല്ലപ്പള്ളിയും രമേശും അതുപോലെ ഉമ്മൻചാണ്ടി വർഗീയ പീഡന നയം നടത്തുന്നു, വർഗീയ ശക്തികളെ വളർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുകയാണ്. പാണക്കാട് കുടുംബത്തിന്റെ മഹിമയെക്കുറിച്ച് അവരുടെ നാട്ടിലെ വിലപ്പെട്ട സഭാകളെക്കുറിച്ച് ഈ വിജയരാഘവൻ അറിവില്ലാതെ ബാബരി മസ്ജിദ് തകർന്നു വീണപ്പോൾ ബാബരി മസ്ജിദിന്റെ തങ്ങൾക്കായിരങ്ങൾ ആർഎസ്എസ്കാർ ഭക്തജനങ്ങളെ ആളുകൾ തല്ലിത്തകർത്ത സമയത്ത് കേരളത്തിൽ തീ പിടിപ്പിക്കുന്നു തോന്നിയ ഒരു വിലക്കെട്ടി പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ നയിക്കേണ്ടത് വിവേകമാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളികളുടെ മാത്രം പ്രാബല്യക്കാരായ നിങ്ങളല്ല, ഈ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷകരായി കൂടി ആ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ആദരണീയനായ തങ്ങൾ സ്വന്തം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർന്നു പോയതിന്റെ പേരിൽ കേരളത്തിൽ കുഴപ്പമുണ്ടായില്ല, കാറ്റടിച്ചില്ല, കേരളത്തിന്റെ മണ്ണിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ സാധിച്ചത് ശിഹാബുകളുടെ സന്ദർഭത്തിനനുസരിച്ചുള്ള ധീരമായ നിലപാടുകളാണ്. അദ്ദേഹത്തിന്റെ ആ സംഭാവന ഒരിക്കൽ തന്നെ ഈ നാടിനെ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, മാതൃഭൂമിയുടെ എംപിയായിരുന്ന പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് കൂടിയായിരുന്ന മുൻ പാർലമെന്റ് മെമ്പർ കൂടിയായിരുന്ന വീരേന്ദ്രകുമാർ ഞങ്ങൾ പങ്കെടുക്കുന്ന പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ സന്ദർഭത്തിൽ അതുകൊണ്ട് ഈ ഇലക്ഷൻ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. മന്ത്രിയായപ്പോൾ ചെയ്ത ഒരേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തും. എക്സ്പ്രസ് ഹൈവേ കുറിച്ച് പറഞ്ഞു, അത് കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അതിനെ ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെക്കാൾ ഒറ്റ തന്നെ ഓർമ്മിക്കാനും മനസ്സ് വെച്ച് താലോലിക്കാനും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ജന്മനാ ശരീരമില്ലാത്ത കുട്ടികൾ, സംസാരശേഷിയില്ലാത്ത കുട്ടികൾ, അമ്മയുടെ താരാട്ട് പാട്ട് കേൾക്കുവാനുള്ള ബാധ്യതയില്ലാതെ പോയ കുഞ്ഞുങ്ങൾ, അമ്മയെയും അല്ലെങ്കിൽ ഉമ്മയെയും ആ കുഞ്ഞുങ്ങളെ പാലിക്കുന്ന അമ്മമാരെ ഉമ്മമാരെ വിളിക്കുവാൻ ദൈവം അനുഗ്രഹം കിട്ടാതെ പോയ ആ കുട്ടികൾക്ക്, ചെവി കേൾക്കാത്ത കുട്ടികൾക്ക്, സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് 3-4 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ നടത്തി കോക്ലിയർ എന്ന് പേരുള്ള ഒരു വില കൂടിയ ഉപകരണം ചെവിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശ്രവണശേഷി ഉണ്ടാകും, പതുക്കെ സംസാരിക്കുവാൻ കഴിയും. കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും സർക്കാരിന് ചെലവാകും. മന്ത്രിയായ സന്ദർഭത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുമായി ആലോചിച്ച് ഗാനഗന്ധർവനായ യേശുദാസിന്റെ അധ്യക്ഷത വാങ്ങിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും ഭാവനാസമ്പന്നമായ ആ പദ്ധതി
നന്ദി ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. നാട്ടുകാരായ വോട്ടർമാരോടും നേതാക്കളോടും ഞാൻ എൻ്റെ കാര്യം ഈ സന്ദർഭത്തിൽ തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ MA രാഘവന് ലഭിച്ച ഭൂരിപക്ഷം 35,000. ഒടുവിൽ നിയോജകമണ്ഡലത്തിൽ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഞാൻ പറയുന്നത് 35,000. നമുക്ക് മുനീർ സാഹിബിന് രാഘവത്തിന്റെ ഭാഗം 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. കുമർവാണിയ ശാസ്ത്ര 35,000 മുകളിൽ 50,000 ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഒരു സംശയവുമില്ല, ഇത്തവണ നമുക്ക് ആ ഭൂരിപക്ഷം കിട്ടും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ഒരു കുട്ടിയെയും ഞാൻ രാഹുലിൽ കാണുന്നില്ല, 20 ഒരാൾ മാത്രമാണ് രാഹുൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചെറുതാക്കാൻ ശ്രമിച്ചു. പക്ഷേ വോട്ടെണ്ണി നോക്കിയപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ഭാഗത്തിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിലെ ഭൂരിപക്ഷം 4,35,000. എന്റെ വസ്താക്കളെ എന്നെ കഴിഞ്ഞ ആ ഭാഗങ്ങളിൽ വണ്ടൂരിലായിരുന്നു ഒരു മാസം ജോലി ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചത്. ഇങ്ങനെ പ്രസംഗിക്കാൻ വീടുകളിൽ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് പതിവായി വോട്ട് ചെയ്യുന്ന ചില വീടുകളുള്ള വ്യവസായമായി പോകണം. അങ്ങനെ ഞാൻ 40 വീടുകളിൽ തെരഞ്ഞെടുത്ത് അവിടെ ചെന്നപ്പോൾ അതിന് ഞങ്ങൾ വിദ്യാ പറയുകയും ചായ കഴിച്ച് പറഞ്ഞു. എന്റെ കൂടെ പറഞ്ഞു, ഇങ്ങനെ ആരും തന്നെ പറയാറില്ല, ചായ കഴിക്കാൻ എന്താ പിന്നെ അവിടെ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ എണ്ണി നോക്കുമ്പോ 4,35,000 എന്താ സംഭവിച്ചത്? മൂപ്പരറിയാതെ ഈ 2 പേരും അറിയാതെ കുട്ടികളും എല്ലാവരും വലിയ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുനീർ സാഹിബ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടും. കേരളത്തിന്റെ മന്ത്രിസഭയിലുണ്ടാകും. കൊടുവള്ളിയിൽ എല്ലാമുള്ള ഒരു സ്ഥലം സ്വർണ്ണ നഗരമാണ്. കൊടുവള്ളിയില്ലാത്ത സവിശേഷതകളില്ല. പക്ഷെ ഇവിടെ ഒരാളെ മന്ത്രിയായിട്ടില്ലാത്ത ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവ് മുനീർ സാഹിബ് പരിഹരിക്കുമെന്ന വിശ്വാസത്തിൽ എല്ലാ അനുഗ്രഹവും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹവും മുനീർ സാഹിബിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഞാൻ നടന്നാൽ ഈ 2 മണിക്കൂറിൽ സംസാരിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ NC അബൂക്കർ സാഹിബ് ഇവിടെ എത്തിയിട്ട് അവരെ UDF കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും UDFൻ്റെ കൺവീനറായ ശ്രീ MA റസാഖ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആറാം തീയതി കഴിഞ്ഞപ്പോൾ സമാധാനപരമായി
5 കൊല്ലമായി ദൈവത്തോട് അല്ലാഹുവിനോട് ഈശ്വരനോട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഈ ദുരിതങ്ങളുടെ കരകയറ്റം രാജ്യത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന ആകാശവും ഭൂമിയും കടകടകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടു സഹിക്കാൻ പഠിച്ചവരെ കരുതിയില്ല. അതിന് രക്ഷപ്പെടാൻ ആ ധനാധിപന്റെ അധികാരത്തിൽ വരുമ്പോ അവസാനമായി സൃഷ്ടിച്ച അധികാരങ്ങൾ അനുഭവിക്കുന്നു. കേരളത്തിൽ നയിക്കുന്ന മുസ്ലിം ലീഗ് പാർലമെന്റിൽ ഈ ബഹുമാനായ നേതാവ് അതാണ് ആ മനുഷ്യത്തിലേക്ക് നമ്മൾ 2016-19 പ്രതിഷ്ഠിച്ചു. ഒരു കാര്യം Thank you.
അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് മുൻ MLA-മായ പ്രിയപ്പെട്ട VM ഉമ്മർ മാസ്റ്റർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ ശാസ്ത്രീയമായി നമ്മുടെ പ്രവർത്തനങ്ങൾ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അതിനെ അതിജീവിച്ചു നൽകി ഈ നിയോജകമണ്ഡലത്തിലെ ദേശസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്ന് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഈറ്റില്ലമായി വളർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യത്തിൽ ഐക്യ ജനാധിപത്യത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്കാൻ ഡോക്ടർ മുനീറിനെ ലഭിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ അതിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും ഞാൻ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇവിടെ നഗരത്തിനും കഴിഞ്ഞ കാലഘട്ടങ്ങളെ പോലെ ഒരു ചക്കയ്ക്കൊപ്പം ഒരു മുയൽവെട്ടി എന്ന അന്തയിൽ ഈ പ്രാവശ്യം UDF പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് ചക്കയിട്ടാൽ മുയൽവെട്ടി എന്ന് മാത്രമല്ല നിങ്ങളുടെ അറിയുന്ന മുയലുകൾ പലതും UDF മെമ്പർഷിപ്പ് ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇടതുപക്ഷ മനസ്സിലാക്കാൻ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കൊടുവള്ളിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പറയുന്നത് MK രാജാവ് കഴിഞ്ഞ നിയമസഭയിലേക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം പറയുന്നത് 2001 മത്സരിച്ച മുഹമ്മദ് സാഹിബിനും 2019 മത്സരിച്ച ഈ നീതിയിൽ ലഭിച്ചിട്ടുള്ള ഏതാണ്ട് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കൊടുവള്ളിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്
ഞാൻ എന്റെ സംഖ്യ പറയുന്നതിലേക്ക് കൊടുവള്ളിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ എഴുതി ചേർത്തുകൊണ്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുത്തൻ ഇതിഹാസം നിർമ്മിച്ചുകൊണ്ടുണ്ട്. കൊടുവള്ളിയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രിയങ്കരനായ കേരള നിയമസഭയിലേക്ക് മാത്രമല്ല പിന്നീടുണ്ടാകുന്ന ഗവൺമെന്റിൽ ഒരു പ്രധാന റോൾ നിൽക്കാൻ കഴിയണമെന്നാണ് കൊടുവള്ളിയുടെ പ്രതിനിധിയായി നമുക്ക് അവസരം ഉണ്ടാക്കാമെന്നാണ് സൂചിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ അശാസ്ത്രമായ പരിശ്രമം ഉണ്ടാകാൻ നമുക്ക് കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധാനമാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച ആധുനികനായ പാഠമടക്കുന്ന സ്ഥാനാർത്ഥികളെ കൊടുവള്ളിയുടെ കൊടുവള്ളിയിലെ ആഹ്വാനത്തിലും ആവേശകരമായ ഒരു ഉന്മേഷം ഉണ്ടായി നമുക്കറിയാം. ഇന്നലെ കൊടുവള്ളിയിലേക്ക് പഠനത്തിൽ നൂറുകണക്കായ വാഹനങ്ങൾ കപ്പലിലൂടെ ഈ കൊടുവള്ളിയുടെ അട്ടതികളിൽ വന്നു ചേർന്നിട്ടുള്ള യുവജനങ്ങളുടെ ആവേശത്തോടുകൂടുന്ന വരവേൽപ്പോടുകൂടി അദ്ദേഹത്തെ നാഷണൽ ഹൈവേ കൊണ്ടുപോയി ആവേശം സമാപിച്ചപ്പോൾ ഈ NHAയിൽ ഭാഗമാക്കിയുള്ള ആളുകൾ സഹോദരിമാരുടെ ആളുകൾ അദ്ദേഹത്തെ നോക്കി കാണാൻ അഭിവാദ്യം കൂടിയപ്പോ ഞങ്ങൾക്ക് കാര്യമായി മുന്നേറി സാഹിബിനെ കൊടുവള്ളിയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഒരു വിളംബരവുമായി ആ ആഘോഷയാത്രയിലൂടെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. കൊടുവള്ളിയുടെ ഭൂമികയിൽ ഒരു പുതിയ അധ്യായം പോകുന്നതിന്റെ വഴിയായി നിയോജകമണ്ഡലത്തിലുള്ള ഈ കൺവെൻഷൻ ചേർത്ത് തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വോട്ടിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിന്റെ ഇക്കോഭരണത്തിനുള്ള കേവലങ്ങളോടൊപ്പം കൊടുവള്ളിയുടെ ജനങ്ങളും ഇതിനെതിരെയും നമ്മുടെ മുദ്രാവാക്യം പറയുന്നത് UDF വികസനം നടത്തണമെന്നതാണ്. UDF മാത്രമേ വികസനം നടത്തണമെന്നതാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലം വികസനത്തിന്റെ മുരളി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഈ വികസനത്തെ സംബന്ധിച്ച് ഉദ്ഘാടകനായ പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. ഒരു നിമിത്തമായി അശ്രാന്തമായ ഈ നിരവധിയായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും വികസന പ്രവർത്തനങ്ങൾ സാധിച്ചപ്പോ അത് യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിന് ആ മന്ത്രിസഭയിലെ അംഗമായി ഡോക്ടർ മുനീർ സാഹിബിന്റെ പൂർണ്ണമായ എനിക്ക് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായി. 2 വികസന പ്രവർത്തനങ്ങൾ പല വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റിയും ആശുപത്രിയും ഹോമിയോ ഡിസ്പെൻസറിയും കട്ടിപ്പാറയിലെ പ്രൈമറി സെന്ററും ആയുർവേദ ഡിസ്പെൻസറിയും അതുപോലെ സർവ്വ കാര്യങ്ങളും വ്യവസായ നടത്താൻ വേണ്ടി 2 കോടി രൂപ ഒന്നിന്റെ തുടർപ്രവർത്തനമുണ്ടായില്ല. ആവശ്യത്തോടുകൂടി നിരവധിയായ പ്രവർത്തനങ്ങളുണ്ടായി. ഞാൻ ആയിരക്കണക്കായ ആളുകൾ മെഡിക്കൽ കോളേജിൽ രോഗശീലികളോ വീഡിയോ കോൺഫറൻസിലൂടെ നമ്മുടെ ഈ സ്റ്റേജിൽ അതിന്റെ കട്ടം നീക്കി ഒരു ഗവൺമെന്റിനെ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് വികസനം വിശ്വസിക്കുന്ന വർഷമാണ്. ഈ 5 കൊല്ലക്കാലത്തെ വികസനം എല്ലാ വകയിൽ
പുതിയ ഒരു വികസനമായി മേഖലയുടെ ഭാഗത്തിന് വേണ്ടി സംസാരിക്കാം. ഒരു പിന്നോക്ക നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷ ഗവൺമെന്റ് സാധിച്ചു നിങ്ങൾ ഈ സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ സംഘങ്ങൾക്ക് ഒരു കുതിപ്പിനാക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ തന്നെ പ്രാഗൽഭ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രഗത്ഭനായ അനേക സാധ്യമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള അവസരം ഇനിയുള്ള സർവ്വ നേടിക്കൊണ്ട് ജാഗ്രതയായി കർമ്മനിരതരായി പ്രവർത്തിക്കുക എല്ലാവരും കൃത്യമായ അഭിവാദ്യങ്ങളും ആശംസകളും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ യോഗം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഘടകകക്ഷികളായ RJD സംസ്ഥാന സെക്രട്ടറി ശ്രീ ചോലക്കര മുഹമ്മദ് മാഷ് ഒരു 2 മിനിറ്റ് കൊണ്ട് പറയും. നമ്മുടെ മുനീർ സാഹിബ് ഇവിടെ പ്രസംഗിക്കാനുണ്ട്. പ്രിയപ്പെട്ടവർ ആരും തന്നെ പോകരുത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തീയതി ഇവിടെ പ്രഖ്യാപിക്കും. അതുകൂടി കഴിഞ്ഞതിന് പക്ഷേ പ്രിയപ്പെട്ട പ്രവർത്തക നേതാക്കന്മാർ പോകാൻ പാടുള്ളൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ചോലക്കര മുഹമ്മദ് മാഷ്. അങ്ങനെ ഒരുപാട് സംഗതികൾ മുടങ്ങിപ്പോയി. അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ദേവദാസ് കൂട്ടമ്പൂർ. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ കല്ലേടിക്കൽ അബു സാഹിബ് ഉണ്ട്. അദ്ദേഹം പ്രസംഗിച്ചதை അറിയിക്കാൻ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു.
അതുപോലെ തന്നെ MSFന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിമാരുണ്ട്, ജില്ലാ സെക്രട്ടറി NC അബൂബക്കർ സാഹിബുണ്ട്. അവരൊക്കെ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിമാരായ കുഞ്ഞായിനും അതുപോലെ തന്നെ മറ്റുള്ള ഭരതമാഷ് അടക്കം അബീബ് തമ്പി അടക്കമുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ പ്രസംഗിച്ചതായി അറിയിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ MK മുനീർ സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ ശ്രീ നാരായണൻ അവരുടെ പ്രിയപ്പെട്ട PK മുഹമ്മദ് മാസ്റ്റർ, പ്രിയപ്പെട്ട മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ, ഇബ്രാഹിം അലി, പ്രിയപ്പെട്ട ദേവദാസ് സോദരൻ മുഹമ്മദ് മാസ്റ്റർ, റംഷേ ഒരു 12 ഉണ്ടോ? പിന്നെ റെഡാ നീല കളറാണല്ലേ? സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന വിവിധ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റിയിലെ സാധ്യതകളെ മെമ്പർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കം പ്രിയ സുഹൃത്തുക്കളെ, കൊടുവള്ളിയിലെ ഉയർത്തി അതിനെ വീണ്ടും പ്രതാപകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധമായി ഇവിടെ സമ്മേളിച്ചിട്ടുള്ള എൻ്റെ പ്രിയ കൊടുവള്ളിയിലെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ധാരാളം സൗകര്യമായി വേണ്ടി ഇന്നലെ കൊടുവള്ളി മണ്ഡലത്തിലേക്ക് നിങ്ങൾ പിന്നെ ഹൃദയങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് വരവേറ്റത് എന്നത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ജീവിതകാലം മുഴുവൻ ഞാൻ എന്നെ നെഞ്ചുകൂട്ടി ഈ മണ്ഡലത്തെ വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയായ എൻ്റെ പിതാവ്, എൻ്റെ പിതാവിൻ്റെ കൂടെ പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇന്ന് ഈ സദസ്സിൽ എപ്പോഴും നിന്റെ പിതാവ് നൽകിയ സ്നേഹം എനിക്ക് അതിന്റെ 10 ഇരട്ടി കൂടി തീരുന്ന ധാരാളം കാരണമാണ് ഈ സദസ്സ്. അവരുടെ 2ാം തലമുറയും 3ാം തലമുറയുമാണ് കൊടുവള്ളി.
അതുകൊണ്ട് എനിക്ക് കുടുംബത്തിലേക്ക് വന്ന ഒരു സന്തോഷമാണ് ഇവിടെ എന്നെ കാണാൻ പ്രാപ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളില്ല ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ പല കാരണങ്ങളാലും നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുന്ന, നിങ്ങളുടെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങൾക്കായി ഇവിടെ പാർട്ടിക്ക് നൽകാൻ പറ്റുന്ന പക്ഷേ ഒരു നിയോഗം പോലെയാണ് അതിനർത്ഥം ഇവിടെ അത്തരത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ ഒരിക്കലും മാറ്റി നിർത്തിയല്ല, അവരെ ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഞാൻ അവരെയാണ് പ്രതിനിധീകരിക്കാൻ പോകുന്നത്. കൊടുവള്ളിക്കാർക്ക് നൽകാനുള്ള വാഗ്ദാനങ്ങൾ ചോദിച്ചാൽ ആദ്യമായി ചിലപ്പോൾ എന്നെ കഴിവുകൾ എന്നെ ദുർബലമെന്ന് വിളിച്ചേക്കാം. പക്ഷേ എന്റെ കൈകൾക്ക് കടപ്പെടേണ്ടതാണെന്ന് അന്ത്യശ്വാസം അതുകൊണ്ട് കൊടുവള്ളിക്കാർക്ക് എനിക്ക് നൽകാനുള്ള വാക്ക് ഞാൻ കാരണം ഒരു കൊടുവള്ളിക്കാരൻ നല്ലത് നീക്കേണ്ട ഒരു അവസ്ഥ എല്ലാവർക്കും സന്തോഷം നൽകാനുള്ളതാണ്. ഇനി മുതൽ നിങ്ങളുടെ ദുഃഖങ്ങൾ എന്റെ ദുഃഖമാണ്, നിങ്ങളുടെ സന്തോഷങ്ങൾ എന്റെ സന്തോഷം. അതിനപ്പുറം എനിക്ക് മറ്റൊന്നുണ്ടാവില്ല. കൊടുവള്ളിയുമായിട്ടുള്ള ബന്ധം ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ സ്ഥാനാർത്ഥിയായി ആലോചിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ബന്ധമുള്ള സ്ഥലമാണ് കൊടുവള്ളി. ഇതിന്റെ എത്രയോ വീടുകളിൽ ഞാൻ വന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എത്രയോ കല്യാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്രയോ മരണങ്ങളിലേക്ക് അന്ന് സ്ഥാനാർത്ഥിയായ അതുകൊണ്ട് ഇയാളെ ഈ കൊടുവള്ളിയിൽ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴോട് ഈ കൊടുവള്ളിയിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പൊ കൊടുവള്ളിയെ കുറിച്ച് പലരും പല രീതിയിലും പറഞ്ഞിരിക്കുന്നു. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നു, ആരും വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ വിശ്വസിക്കുന്നത് കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുവള്ളിയാണ്. അത് ഒന്നാം നിങ്ങളുടെ നമുക്ക് ഇനി ആരുടെയും വഞ്ചനയുടെ കുറവാണ്. ഇപ്പോഴത്തെ ഈ സൗഹൃദം അപ്പൊ അതുകൊണ്ട് വാട്സപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഇതുവരെ ഇവർക്കെതിരെ പറയുന്ന ആൾക്കാരെ നമ്മുടെ നേതാക്കന്മാർക്കെതിരെ പറയുന്നവരുടെ അവരുടെ സ്ഥാനം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന വാട്സപ്പ്
കൊടുവള്ളിയിലുള്ള നമ്മുടെ പ്രവർത്തകർ ബുദ്ധിയുള്ളവരാണ്. ഇവിടെ ഈ കേരളത്തിൽ നമ്മൾ ശക്തമായ ഇനി നിങ്ങളുടെ ഒരു കോലപ്പാമ്പിനെ ഞങ്ങൾ പിടിക്കാൻ പോകുന്നില്ല. നമുക്ക് ഇവിടെ ചെയ്യാൻ നോക്കിയാൽ ഒരു ദുർഭരണത്തെ താഴെ ഇറങ്ങാൻ വേണ്ടി നിയമസഭയിൽ കൈവെക്കുമ്പോൾ കൊടുവള്ളി നന്മയുടെയും സത്യത്തിന്റെയും കൂടുതൽ നമുക്ക് കൈവെക്കാനാണ്. പാലക്കായിലെ മരിച്ചുപോയ 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നവരെ ന്യായീകരിക്കുമ്പോൾ കൈവെക്കുന്ന ഇന്നത്തെ സാഹചര്യം മാറി അവിടുത്തെ ഇരകൾക്ക് വേണ്ടി കൈവെക്കാൻ അക്രമം അനീതി വളരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്ഥിതിവിശേഷം പൊതുവഴികളിൽ പ്രതിനിധിക്കും കാരണം അത്ര നന്മയുടെ നന്മ എന്നും ഇരകളോടൊപ്പം നിൽക്കേണ്ടവരാണ്. ഏറ്റവും അടിത്തട്ടിൽ നിൽക്കേണ്ടവരാണ്. അടിത്തട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. അവരെ വേണ്ടി ഉണ്ടാക്കുന്ന വീടിന്റെ പണമെടുത്ത് കമ്മീഷൻ തട്ടി അത് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കടത്തും ഡോളർ കൈമാറുന്ന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഈ കൊടുവള്ളിയിലെ മുഴുവൻ പ്രധാനമന്ത്രി ഇതൊരു സുവർണ്ണ നഗരിയാണ്. സ്വർണ്ണത്തിന്റെ മാറ്റുള്ള ഈ നഗരിയെ അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള സുവർണ്ണ നഗരിയാക്കി നമുക്ക് മാറ്റാം. ഞാൻ വിജയിച്ചുകൊണ്ടല്ല, ഞാൻ നിങ്ങളുടെ മുന്നിലല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതും ഒരു ദാസനായിട്ടായിരുന്നു എന്ത് പറഞ്ഞാൽ അതനുസരിച്ച് ധാരാളം കാര്യങ്ങൾ വന്നത് ഒരു കാര്യം ചെയ്തിട്ടില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല. കുറെ ആളുകൾ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണെന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ സാമ്പത്തിക നീതി മന്ത്രിയാണ്. ഏത് കാര്യം അദ്ദേഹം പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമാണ്. അദ്ദേഹം പറയുന്നില്ല ഞാൻ അന്ന് വൈകുന്നേരം ഉത്തരവാണ്. അദ്ദേഹം പറഞ്ഞു പെൻഷൻ പ്രായം 65 60 ഉത്തരവുമായി അദ്ദേഹത്തിന്റെ ശബ്ദം എന്റെ കർമ്മഫലങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്നതിന് മുമ്പ് 65 വയസ്സുള്ള പ്രായങ്ങളിൽ 60 ഉത്തരവ് സാമ്പത്തിക ഇറങ്ങി. അദ്ദേഹം രണ്ടാമത് 25,000 വരുമാനം കഴിയുന്നതിൽ 1,00,000 ഉയർത്തി. അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഉത്തരവ് അച്ചടിച്ചു കൊടുത്തു. അദ്ദേഹം സാധാരണ കുട്ടി ചെയ്യുമ്പോൾ കുട്ടി കൈയ്യും അമ്മ ചെയ്യാറ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കുട്ടി കരയാതിരിക്കുകയും അമ്മ കരയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാരണം കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല. കരയാതിരിക്കുമ്പോൾ തന്നെ അമ്മ ഒഴിവാക്കാം. ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ ബാഷ്പവിത്തുകൾ ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചു ദൗത്യം ചെയ്തു. 650 ഉമ്മമാരുടെയും അമ്മമാരുടെയും മുഖത്ത് നോക്കി കരയാത്ത കുട്ടികൾ കരഞ്ഞു എന്ന് മാത്രമല്ല അവർ
പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പുണ്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെല്ലാം നൃത്തം ചെയ്തവരാണ്. ഏതെങ്കിലും അനാഥത്വത്തിലേക്ക് അനാഥാലയത്തിലേക്ക് വിടാൻ മടിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ പണം കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ പദ്ധതിയിലൂടെ പഠിപ്പിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ എന്തെങ്കിലും വിറ്റ് കാശാക്കാൻ ഗവൺമെന്റ് സമൂഹം നോക്കുകയാണ്. സത്യമല്ലേ? സെക്രട്ടറിക്ക് ഒരു ഫ്ലോറ് പ്രൈസ് വാട്ടർ ഹൗസ് വിറ്റ് കഴിഞ്ഞിരുന്നു. അവർക്ക് അത് തീവണ്ടി കൊടുത്തിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചത് അട്ടി ഓടിച്ചോടുന്നത്. അത് രക്ഷയില്ലാതെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് സെക്രട്ടറിക്ക് പോയാൽ സെക്രട്ടറിക്ക് ഓരോ ഫ്ലോറിലും കുറെ കച്ചവടക്കാരെ സെക്രട്ടറിയുടെ കടന്നതായിരിക്കും. സെക്രട്ടറി വിൽക്കുന്നവർക്ക് കടകളിൽ തന്നെ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ നിൽക്കുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലൊക്കെ ജാഗ്രത ആവശ്യമായിട്ട് ഇനി കൈവരുന്നവരല്ല കൊടുക്കുന്നവരായിരിക്കും അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ജനിക്കാത്ത നിങ്ങളുടെ കൂടെ രക്തത്തിൽ നിങ്ങളുടെ രക്തബന്ധമില്ലാത്ത ഒരു മകൻ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവിന്റെ സ്ഥാനത്തിലേക്ക് നിങ്ങളെ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ വേണ്ടി ഊരും ഉറക്കവും വരുന്ന 5 വർഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറങ്ങാതെ നിങ്ങൾക്ക് ഒരു പോറയില്ലാതെ ആദ്യം എന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ടല്ലാതെ നിങ്ങൾ തൊടാൻ സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത. നമ്മുടെ MK മുനീർ സാഹിബിന് കെട്ടിവെക്കാനുള്ള പണം നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പഴയകാല നേതാവ് ശ്രീ തറയങ്ങൽ ഹുസൈൻ സാഹിബ് അദ്ദേഹത്തിന് നൽകുന്നതാണ്. അടുത്തതായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ലിസ്റ്റ് UDFിൻ്റെ കൺവീനർ ഞാൻ പൈസ കൊടുക്കുന്നതാണ്. അടുത്തതായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ലിസ്റ്റ് നമ്മുടെ TK മുഹമ്മദ് മാഷെ UDFിൻ്റെ കൺവീനർ ഇവിടെ വായിക്കും. ആരെങ്കിലും വിട്ടുപോയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. UDFിന്റെ നേതാക്കളെ ഒരു കമ്മിറ്റിയുടെ പാനലിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആരും കൂട്ടിച്ചേർക്കണമെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാം. നേരെ എഴുതി അറിയിച്ചാൽ മതി. ഇതിനകത്ത് ആരും വേണ്ടി രക്ഷാധികാരികൾ MK രാഘവന് വേണ്ടി KC അബൂസായി PD അബ്ദുറഹ്മാൻ മാസ്റ്റർ വിജയകുമാർ ചെയർമാൻ A. അരവിന്ദൻ, വർക്കിംഗ് ചെയർമാൻ DK മനോജ് കുമാർ, ജനറൽ കൺവീനർ DM ഉമ്മർ മാസ്റ്റർ, വർക്കിംഗ് കൺവീനർ DK മുഹമ്മദ് മാസ്റ്റർ, ട്രഷറർ KJ ഇബ്രാഹിം, വൈസ് ചെയർമാൻ അഹമ്മദ് മാസ്റ്റർ C. മാധവൻ നായർ, ശ്രീ രാജേന്ദ്രൻ
ചക്കാട്ട്, സലീം കുണ്ടടി, എം.കെ. മുഹമ്മദ് ഹുസൈൻ, കെ.കെ. അബ്ദുറഹ്മാൻ മാസ്റ്റർ, പ്രൊഫസർ ഒ.കെ. മുഹമ്മദ് അലി, കെ.സി. അബ്ദുൽ ഖാദർ, പി.കെ. മൊയ്തീൻ ഹാജി, കെ.കെ. വേദൂട്ടി, യു.കെ. ഹുസൈൻ, കെ.കെ. ആലി മാസ്റ്റർ, ഷറഫുന്നീസ ടീച്ചർ, സരസ്വതി കാമശ്ശേരി, രാധാമണി ഓമശ്ശേരി, ആദർ ഉഗ്രകണ്ണി, ബി.ബി. അബ്ദുറഹ്മാൻ മാസ്റ്റർ, ബി.ബി. ബഷീർ, മണ്ണങ്ങൽ അബ്ദുറഹ്മാൻ, ബി.ബി. ഗോപാലൻകുട്ടി, സി.പി. റസാഖ് മാസ്റ്റർ, മുജീബ് ഉറായി, ജവഹർ ഉൾമകൻ, പി. മുഹമ്മദ് ഉൾവടി, പി.സി. ബദറുദ്ദീൻ, ഷക്കീർ ടീച്ചർ, ദേവദാസ് കുട്ടമ്പൂർ, കെ.കെ. നായർ, അപ്പാടി മുഹമ്മദ്, ടി.കെ. പുഷ്പ, വി. ഗോപാലൻ, എൻ.കെ. മുഹമ്മദ്, ചോരക്കൽ രാമൻ, ടി.ടി. മുഹമ്മദ്, കന്നഡ ടി.കെ. സുലൈമ മാസ്റ്റർ, കെ.കെ. ഹംസ ഹാജി, കെ.പി. മുഹമ്മദ്, വി. ഇലിയാസ്, കുഞ്ഞായിക്കുട്ടി മാസ്റ്റർ, കെ.എം. അസഫ് മാസ്റ്റർ, വി. സിയാദി ഹാജി, മജീദ് മാസ്റ്റർ, അസഫ് കൂടത്തായി, സി. മുഹമ്മദ് മാസ്റ്റർ, എം. നസീഫ്, മുഹമ്മദ് തൻബാറ, കെ.കെ. റൌഫ്, പി.സി. ഷെരീഫ്, പി.എസ്. അഷ്കർ അലി, റാഷിദ് കാരക്കാട്, സി.ബി. ലൈലാബി, സി.സി. നാഗർകോട്ട്, വി.ജെ. ചാക്കോ, പി.ഐ. വാസുദേവൻ നമ്പൂതിരി, ഇ.ഒ. ഫ്രാൻസിസ്, ശശീന്ദ്രൻ നായർ, വി. അനിൽ വെള്ളറ, ജെ.ടി. അബ്ദുറഹ്മാൻ, സി.കെ. ശശി, നാസർ ഓമശ്ശേരി, വി.കെ. അബ്ദുറഹ്മാൻ, മുഹമ്മദ് മുഹമ്മദ്, കെ.വി. മുഹമ്മദ്, അടുക്കത്ത് രാഘവൻ, പി. മൊയ്തീൻകോയ, അഹമ്മദ് കുട്ടി ഒടിമണ്ണ, ഉത്തമപുര അബ്ദുറഹ്മാൻ, സുബ്രഹ്മണ്യ ഓമശ്ശേരി, അബ്ദുറഹ്മാൻ മഞ്ചേരി, സത്താർ പള്ളിക്കോണം, എൻ.പി. നൂർ മുഹമ്മദ്, വേലായുധൻ പള്ളിക്കോണം, എം.കെ. അനിൽകുമാർ, എം.സി. നസീമുദ്ദീൻ, നാസർ മാസ്റ്റർ പാലക്കാട്, കെ.ടി. ഉദയനാരായണൻ, വിനോദ് കുമാർ, കെ.കെ. ഹൈമ, സി.ടി. ശ്രീധരൻ, സദാനന്ദൻ പണിക്കർ, റാഷിദ് സബാൻ, കെ. ശിവദാസൻ കുറുവടി, ബാബു കോതൂരി, സർവമംഗള ദേവിനി, ഇബ്രാഹിം വെങ്കടാട്, പി.കെ. ഗംഗാധരൻ, കെ. നാരായണൻ നായർ, ഹരിദാസൻ നായർ, എം. ഗംഗാധരൻ മാസ്റ്റർ, ജോസഫ് മാത്യു, സിന്ധു മുഹമ്മദ്, സുമാർ രാജേഷ്, ടി.പി. ഷെരീഫ്, വി.ടി. അബ്ദുറഹ്മാൻ മാസ്റ്റർ, ബാബു എ.സി. രവി, ഒ.കെ. നജീബ്, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, എം.കെ. കേളക്കുട്ടി, പി.വി. സദാനന്ദൻ, അബ്ബാസ് കെ. ആമിർ, ബാബു ടി. കുറുവള്ളി, അബ്ദുറഹ്മാൻ പി.പി., അബൂബക്കർ മൂക്കന്മാർ, എ.എം. ശശി, സബ്കമ്മിറ്റി പ്രോഗ്രാം മഹേഷ് മാസ്റ്റർ ചെയർമാൻ, കെ.കെ. ഖാദർ കൺവീനർ, മറ്റു മെമ്പർമാരെ അവരെ തെരഞ്ഞെടുത്തു. ഫിനാൻസ് കമ്മിറ്റി ടി.കെ. അബൂബക്കർ ചെയർമാൻ, മുഹമ്മദ് ഹസൻ ജനറൽ കൺവീനർ. പബ്ലിസിറ്റി ഷമീർ ഓമശ്ശേരി ചെയർമാൻ, നസീബി എം കൺവീനർ, കീരാൻ ഉടനായി കൺവീനർ. മീഡിയ കെ.കെ. അബ്ദുറഹ്മാൻ ഓമശ്ശേരി ചെയർമാൻ, കെ.കെ. അബ്ദുൽ ജബ്ബാർ കൺവീനർ, ഇക്ബാൽ പത്തമ്മൻ കൺവീനർ. ഐ.ടി. മീഡിയ സിജി കൊട്ടാരം ചെയർമാൻ, കെ.ടി. റൌഫ് കൺവീനർ. ക്യാമ്പയിൻ കമ്മിറ്റി പ്രൈമറി ജെയിംസ് ചെയർമാൻ, സി.കെ. പ്രസാദ് മാസ്റ്റർ കൺവീനർ, ആർ.വി. കൃഷ്ണൻ കൺവീനർ. ഇത്രയുമാണ് ഈ വാക്ക് മെമ്പർമാരെ ഇന്ന് ഇവിടെ കായികം ആളുകളെ അതിന്റെ ഭാരവാഹികളാണ് വഹിച്ചത്. ഇവിടെ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് ഒപ്പിട്ടതിൽ നിന്ന് തെരഞ്ഞെടുത്തത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ആരോഗ്യം പോരാട്ടത്തിനെതിരെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രകടനം നടത്തണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ സമയം വൈകിയത് കൊണ്ട് നമ്മൾ പ്രകടനം നടത്തുന്നില്ല. ഈ ചടങ്ങിന് നന്ദി പ്രകാശിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ശ്രീ വി. ഇല്യാസ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, ഇവിടെ എല്ലാ നേതാക്കളും
നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട മുനീർ സാഹിബിന് ചരിത്ര ഭൂരിപക്ഷം നൽകുന്നതിന് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള കമ്മിറ്റി രൂപീകരണ കൺവെൻഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നേരത്തെ പഞ്ചായത്ത് കമ്മിറ്റികളെ അറിയിച്ചതുപോലെ സമയബന്ധിതമായി പഞ്ചായത്ത് മുനിസിപ്പൽ കൺവെൻഷനുകളും ബൂത്ത് കൺവെൻഷനുകളും പൂർത്തീകരിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പരിപാടി കൊടുവള്ളി മുനിസിപ്പാലിറ്റിയുടെ കൺവെൻഷൻ മറ്റന്നാൾ വൈകുന്നേരം നടക്കുന്നതാണ്. 17-ാം തീയതി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ MP MK രാഘവൻ അവർക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഉമർ പാണ്ഡികശാല അവർക്ക് ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ KC അബു സാഹിബ്, MA റസാഖ് മാസ്റ്റർ, VM ഉമർ മാസ്റ്റർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത NC അബൂബക്കർ സാഹിബ്, TKV യൂസുഫ്, ചോലക്കര മുഹമ്മദ് മാസ്റ്റർ, ദേവദാസ് കുട്ടമ്പൂർ, അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ആദരണീയനായ A അരവിന്ദൻ, നിയോജകമണ്ഡലം കൺവീനർ TK മുഹമ്മദ് മാസ്റ്റർ, പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത കോൺഗ്രസ് ലീഗ്, മുസ്ലിം ലീഗിന്റെയും സമുന്നതരായ നേതാക്കൾ, എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇപ്പൊ രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ യോഗം ഇന്ന് വൈകിട്ട് 7 മണിക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഈ ഹാളിന് തൊട്ട് പിന്നിലുള്ള മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് ചേരുന്നതാണ്. ബന്ധപ്പെട്ടവർ ആ യോഗത്തിൽ നിർബന്ധമായി പങ്കെടുക്കണം എന്നുകൂടി അറിയിക്കുന്നു.